ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്റെ പിന്നിൽ അവൻ ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്ന ഒരു ചാലകശക്തി അവന്റെ ഗുരുനാഥൻ, അവന്റെ അനുഭവമാണ് എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു വസ്തുത. ഏതായാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യനുണ്ടായ ത്യാഗത്തിന്റെ അനുഭവം വരും കാലഘട്ടത്തിൽ ആ അർത്ഥത്തിൽ പുതിയ തലമുറയിൽ ഉണ്ടാകുന്നില്ല എന്നത് ഒരു സത്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇന്നലകളെ കുറിച്ച് ഓർക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് അയവിറക്കാൻ കഴിയും. ആ ഓർമ്മകളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുക എന്നത് വലിയ സുഖമുള്ള ഒരു കാര്യമാണ്. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു കല്യാണം വരുമ്പോൾ, ഒരു റമദാൻ വരുമ്പോൾ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. എന്തോ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു പ്രത്യേക നിർവൃതി നമ്മുടെ മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അങ്ങനെ 100 അനുഭവങ്ങളുടെ ഒരു സങ്കേതമായി, അതിന്റെ ഒരു മൈതാനമായി, ആ അനുഭവത്തിന്റെ കളിയാട്ടങ്ങൾ മുഴുവനും നടന്ന ഒരു കലാവേദിയായി ഒരു മനുഷ്യ ആയുസ് നമുക്ക് പരിചയപ്പെടാൻ കഴിയും. ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് പ്രായം മൂത്തവർക്ക്, പക്വതയിലെത്തിയവർക്ക്, നമ്മുടെ കാരണവന്മാർക്കൊക്കെ പറയാൻ കഴിയും ഒരുപാട് അനുഭവങ്ങൾ. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം അവന്റെ പ്രവാസകാലത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അവൻ പലതും പറയും. 6ാം ക്ലാസ്സിൽ പഠനം നിർത്തി. 5 സഹോദരിമാരായിരുന്നു. പിതാവ് വളരെ ചെറുപ്പം തന്നെ ഞങ്ങളെയൊക്കെ തനിച്ചാക്കി അദ്ദേഹം യാത്രയായി. പിന്നീട് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ എന്റെ പഠനം നിർത്തി. അന്ന് തുടങ്ങിയ അധ്വാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്ന, അവരുടെ മുന്നിൽ ജീവിതത്തിന്റെ ത്യാഗങ്ങളെ ഓർത്ത് പങ്കുവെക്കുന്ന ഒരു പിതൃത്വം. അങ്ങനെ പലതുമുണ്ട്. 3:30 മണിക്ക് എഴുന്നേറ്റ് വയലിൽ വെള്ളം തേകിയ ശേഷമാണ് ഞാൻ സുബഹി നിസ്കരിക്കാനും അല്ലെങ്കിൽ അതിനുശേഷമുള്ളതായ എന്റെ ജീവിതത്തിന്റെ അന്നത്തെ ദിവസം ആരംഭിക്കാനും തുടങ്ങിയിരുന്നത്. ഇതും ഒരു അനുഭവമാണ്. ഇങ്ങനെ പലതും പറഞ്ഞവർ. എത്രയോ കിലോമീറ്ററുകൾ ആ വലിയ ഭാരമുള്ള വസ്തു എന്റെ ചുമലിൽ ഞാൻ വഹിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നത്. അന്നൊക്കെ അങ്ങനെയായിരുന്നു, ഈ വഴികളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പരിചയപ്പെടുത്തലിന്റെ, ഒരു ഇന്നലകളുടെ അനുഭവം പങ്കുവെക്കുന്ന വാക്കുകൾ. അങ്ങനെ പലതും നമുക്ക് കാണാൻ കഴിയും. ജീവിത തുറകളിൽ അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ കേട്ടിരിക്കാൻ വല്ലാത്തൊരു സന്തോഷവും സുഖവുമാണ്. പഴങ്കഞ്ഞി കുടിച്ച് വയറ് നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ സുലഭമായി ഉണ്ടായിരുന്ന കഞ്ഞിവെള്ളത്തിൽ 1-2 വറ്റുകൾ എന്റെ പല്ലിൽ തടഞ്ഞിരുന്നുവെന്നും അതെനിക്ക് കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെച്ചുവെന്നും ഒക്കെ പറയുമ്പോ, അല്ലേ, ഒരു കോഴിയെ അറുത്തുകൊണ്ടൊരു കല്യാണം കൂടി. ഇതൊക്കെ നമ്മുടെ പൂർവികർ പറയുന്നത്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പഴമക്കാർ പറയുന്നത് വലിയ രസമുണ്ട് കേട്ടിരിക്കാൻ. നെല്ലുകുത്താനും അരിപൊടിക്കാനും തലയിൽ ചുമടെടുത്ത ബാല്യം, കൗമാരം, ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് പഠിച്ച ആ പാഠശാലകളെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അതിനൊരു ആത്മനിർവൃതി, ഒരു പ്രത്യേക സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒട്ടിയ വയറിൽ മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണിയെ, ആ വിശപ്പിനെ ഒരു പരിധിവരെ സഹിച്ചുകൊണ്ടിരുന്ന ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, ഇതെല്ലാം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കേട്ടറിയാനും പറഞ്ഞു തീർക്കാനും കഴിയുന്ന ഇത്തരത്തിലുള്ളതായ ജീവിതത്തിന്റെ സഞ്ചാരങ്ങളെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഇവിടെയെല്ലാം പൊതുവായി നമ്മൾ മനസ്സിലാകുന്നത് ഒരു പക്വതയുള്ള മനുഷ്യന്റെ വാക്കുകളാണ്. ആ മനുഷ്യനെ ആ പക്വതയിൽ എത്തിച്ചത് അയാളുടെ അനുഭവങ്ങളാണ്. ഒരിക്കലും നമ്മുടെ വാപ്പ അനുഭവിച്ചത്, ഒരിക്കലും നമ്മുടെ വല്യാപ്പ അനുഭവിച്ചത്, അല്ലെങ്കിൽ ഈ സദസ്സിൽ ഈ പറയുന്നവനേക്കാളും പ്രായം ചെന്നവർ കേട്ടിരിക്കുന്ന ഈ സദസ്സിൽ പ്രായമുള്ളവർ അനുഭവിച്ചത് ഒരിക്കലും പുതിയ തലമുറയിലെ പുതിയ അനുഭവക്കാർക്ക് ഒരു കഥ പോലെ കേട്ടിരിക്കാനല്ലാതെ ഇനി അത് അനുഭവിക്കാനുള്ള അവസ്ഥയില്ല എന്നത് ലോകത്തിന്റെ ഒരു രീതിയായി മാറിയിരിക്കുന്നു. അനുഭവങ്ങൾ മനുഷ്യനെ പക്വതയിലെത്തിക്കുന്നു. അനുഭവങ്ങൾ മനുഷ്യനെ പലപ്പോഴും പൂർണ്ണതയിലെത്തിക്കുന്നു. അനുഭവങ്ങൾ മനുഷ്യനെ പലതും പഠിപ്പിക്കുന്നു. അനുഭവങ്ങൾ ഒരു മനുഷ്യനെ വളർത്തുന്നു. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളിലൂടെ നമ്മളെല്ലാവരും ഇന്നലകളിൽ പാലിച്ചു പോന്ന ഒരു വലിയ കാര്യമുണ്ട്. അതാണ് ഉത്തരവാദിത്ത ബോധം. അനുഭവം വരണം, അപ്പോഴാ ഉത്തരവാദിത്ത ബോധം വരാം. അനുഭവം ഇല്ലാതെ വരുമ്പോൾ ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ വരുന്നു. ഇന്നുള്ള മക്കൾക്ക് അനുഭവിക്കാനൊന്നുമില്ല. അവർക്ക് അനുഭവിക്കാനുള്ളത് സുഖങ്ങൾ മാത്രമാ, സന്തോഷങ്ങൾ മാത്രമാ, സുലഭത മാത്രമാ.
അവർക്ക് ത്യാഗത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വരുന്നിടത്ത് അവർക്ക് സമയനഷ്ടം നഷ്ടപ്പെടുന്നു. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീൻ എത്ര കണ്ട് കടന്നു പറയുന്നു എന്നതിലേക്കാവട്ടെ ഹ്രസ്വമായ ഇന്നത്തെ ചർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആർക്കാ ഉത്തരവാദിത്തമുള്ളത്? ഓരോ മഹല്ല് കമ്മിറ്റിയുടെയും മേശപ്പുറത്തേക്ക് വരുന്നത് പുതിയ കാലഘട്ടത്തിന്റെ വൈവാഹിക ജീവിതങ്ങളുടെ കുത്തഴിഞ്ഞ സങ്കടങ്ങളും ആ വിവാഹ ജീവിതത്തിന്റെ വിച്ഛേദനത്തിനുള്ളതായ പേപ്പറുകളും അതിന്റെ രേഖകളും അതിനു വേണ്ട സാക്ഷികളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാ ഉത്തരവാദിത്ത ബോധമുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തരവാദിത്ത ബോധം ഒരു മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ആ ഉത്തരവാദിത്ത ബോധം ഒരു ഉറക്കിൽ നിന്നും മനുഷ്യൻ ഉണരുന്ന നേരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ധാർമ്മികമായി മനുഷ്യർ അധപ്പതിക്കൽ ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാവുന്ന ഒരു ധാർമ്മിക ബോധം അതായി മാറുന്നു ഉത്തരവാദിത്വം. അങ്ങനെ ഒരു കാലം വരുമ്പോൾ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകളിലേക്ക് നമുക്ക് വിശാലമായി കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടെ നിർവഹിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തങ്ങൾ സൂക്ഷിക്കുക അഥവാ വിശ്വസ്തത, അമാനത്ത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ വാക്ക്. അമാനത്ത് എന്നതിന്റെ വിവക്ഷയിൽ നമുക്ക് ഇങ്ങനെ പലതും വായിച്ചെടുക്കാൻ കഴിയും. പുതിയ ജീവിത രീതികൾ നമ്മെ മാറ്റിയെടുത്തിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മൾ എല്ലാവരും വാക്ക് പാലിക്കാത്തവരും സമയനിഷ്ഠയെ പരിഗണിക്കാത്തവരുമായി മാറിയിരിക്കുന്നു. സാമ്പത്തിക രംഗത്താണെങ്കിൽ കടം വാങ്ങിയാൽ അത് തിരിച്ചേൽപ്പിക്കേണ്ടതായ സമയത്തിൽ തിരിച്ചേൽപ്പിക്കാൻ കഴിയാതെ പോകുന്നു. കേവലം ഒരു നിക്കാഹിന്റെ സദസ്സിൽ പോലും ഒരു പറ്റം ആളുകളെ നോക്കുകുത്തികളാക്കി നിർത്തിയിട്ട് ആ സമയം പാലിക്കാതെ വരുന്നതായ പുതിയ തരത്തിലുള്ള ആഘോഷങ്ങളുടെ ആരവങ്ങൾ, ഇതെല്ലാം നമ്മെ ധാർമ്മികമായി ഒരുപാട് താഴേക്ക് തള്ളിയിടുകയാണ്. ഇതിന്റെ എല്ലാം ഗൗരവത്തെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കൽപ്പിച്ചിരിക്കുക ഉത്തരവാദിത്ത ബോധത്തെ നിർവഹിക്കാൻ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അമാനത്ത് നിർവഹിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അമാനത്തിന്റെ നിർവഹണത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ആ വാക്കുകൾ എത്ര വലിയ ഗൗരവം, സാഹസികമാണ്. ഉത്തരവാദിത്വത്തോടു കൂടെ ഒരു കാര്യം നിർവഹിക്കുക എന്നത്, അതിന്റെ ആത്മാർത്ഥതയിൽ അത് പൂർത്തീകരിക്കുക എന്നത് സാഹസികമാണ്. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി ഔ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. സൂറത്തുൻ നിസാ. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, നിറവേറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. എന്താ അല്ലാഹുവിന്റെ കൽപ്പന? അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ആരോടൊക്കെയാണോ ഉത്തരവാദിത്തം പൂർത്തീകരിക്കേണ്ടത് ആ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ പൂർത്തീകരിക്കണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് വിശുദ്ധ ഖുർആൻ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നവരാണ് എങ്കിൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധികർത്താക്കളാണ് എങ്കിൽ നിങ്ങൾ നീതിയോടുകൂടെ വിധി നടപ്പാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി. അല്ലാഹു എത്ര മനോഹരമായ രീതിയിൽ നിങ്ങളെ ഉപദേശിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകു തമ്പുരാനെ. ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞത് അതിൽപ്പെട്ട ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാ. എല്ലാവരോടും ഉത്തരവാദിത്തമുണ്ട്. കണ്ടിട്ട് കണ്ണടച്ചു പോകുന്ന അവസ്ഥയിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന ആ ഒരു സ്വഭാവമുണ്ട്.
നമ്മുടെ കുടുംബത്തോട് ഉത്തരവാദിത്തമുണ്ട്, ഭാര്യയോടുണ്ട്, മക്കളോടുണ്ട്, സമൂഹത്തോടുണ്ട്, മഹലിനോടുണ്ട്, എല്ലാ നിലക്കും. ഈ വിശുദ്ധമായ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നു. കഅബ ശരീഫിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഖുദൂമിന്റെ തവാഫ് നടത്തുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബ ശരീഫ് തവാഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അഗ്ലഖ ഉസ്മാൻ ഇബ്നു തൽഹ ഇബ്നു അബ്ദിദ്ദാർ, ഉസ്മാൻ ഇബ്നു അബീ തൽഹ എന്ന് പറയുന്ന മുസ്ലിമാവാത്ത ഒരു ഖുറൈശി ഉണ്ടല്ലോ, അയാള് വന്നുകൊണ്ട് കഅബ ശരീഫിന്റെ കവാടം അങ്ങ് കൊട്ടിയടച്ചു. അയാള് മുസ്ലിമല്ല. ഹബീബായ നബി തങ്ങൾക്ക് പ്രതിഷേധമില്ല. അയാളാണ് കഅബ പരിപാലിക്കുന്നത്. കാലങ്ങളായി കഅബ ശരീഫിന്റെ മുറ്റത്ത് വരുന്നവർക്ക് തവാഫ് കഴിഞ്ഞാൽ കുടിക്കാനുള്ളതായ സംസമും മറ്റും കൊണ്ടുവരുന്നത് അയാളാണ്. കഅബയുടെ മുറ്റം വൃത്തിയാക്കുന്നത് അയാളാണ്. ഹബീബിന്റെ ഖുദൂമിന്റെ തവാഫ് കഴിഞ്ഞപ്പോൾ കഅബയുടെ കവാടമടച്ചു അയാൾ. വകാന സ്വാദിനൽ കഅബത്തി ബാബൽ കഅബ, കഅബയുടെ വാതിലടച്ചു. ഇയാൾ കഅബയുടെ പരിചാരകനാ. വാതിലടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? സഹാബത്ത് ചുറ്റിലും വട്ടമിട്ട് നിൽക്കുന്ന സദസ്സിൽ നിന്നും മഹാനായ പ്രവാചകന്റെ സഹാബത്തിന് എന്തൊക്കെയോ ഒരു മാനസികമായ പ്രയാസങ്ങളും അരിശവും ഒക്കെ ഉണ്ട്. സഹാബത്തിന്റെ ഇടയിൽ ഇയാൾ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? ഇയാൾ വെറും ഒരു ദുർബലൻ. ശക്തനായ സഹാബത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അയാൾ എന്ത് ചെയ്തു? കഅബയുടെ മുകളിലേക്ക് കയറി. ആർക്കും അയാൾ കഅബയുടെ താക്കോല് കൊടുക്കുന്നില്ല. ആ സമയത്തുണ്ടല്ലോ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൈ നീട്ടി അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവം സ്ഫുരിക്കുന്ന മുഖഭാവത്തെ പേടിച്ചുകൊണ്ട് ആ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കഅബയുടെ താക്കോൽ വെച്ചു കൊടുത്തു. വഅഖദഹു മിൻഹു വഫതഹ. മഹാനായ അലി റളിയല്ലാഹു അൻഹു യാതൊരുവിധ പ്രകോപനങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ ആ താക്കോൽ വാങ്ങിയിട്ട് കഅബ തുറന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ ശരീഫിന്റെ അകത്തളത്തിലേക്ക് കടന്നു. വസല്ലാ റകഅത്തൈൻ, അവിടെ 2 റകഅത്ത് നിസ്കരിച്ചു. ഫലമ്മാ ഖറജ, അല്ലാഹുവിന്റെ ഹബീബ് ശാന്തനായി സുസ്മേധവദനായി കഅബയുടെ അകത്ത് നിന്നും പുറത്തു കടന്നു പുറത്തേക്ക് പോയി. മക്കയിലും പരിസരത്തും കഅബ ശരീഫിന്റെ ചുറ്റുവട്ടത്തിലുമായ സഹാബത്തിൽ ഏറ്റവും കൂടുതൽ കാലം കഴിച്ച മഹാനാണ് സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ താലിബിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അലിയെ കഅബ പൂട്ടിയിട്ട് അയാളുടെ കയ്യിൽ തന്നെ താക്കോല് തിരിച്ചേൽപ്പിക്കണം. മാത്രവുമല്ല വയസ്മഉ ലഹു സിഖായതി വസ്സദാന, അയാൾക്ക് കഅബ ശരീഫിന്റെ മുന്നിലുള്ളതായ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളിലേക്ക് നമ്മളെല്ലാവരും അയാളുടെ കൂടെ സഹകരിക്കുകയും അയാളെ സഹായിക്കുകയും ചെയ്യണം. കഅബ പൂട്ടി താക്കോൽ അയാളുടെ കയ്യിൽ കൊടുക്കണം. ആരുടെ കയ്യിൽ? നിഷേധാത്മകമായ സ്വഭാവവുമായി ഹബീബായ പ്രവാചകന്റെ മുന്നിൽ നിൽക്കുന്ന, മതപരമായി അപ്പുറത്തെ തട്ടിൽ നിൽക്കുന്ന ഒരു സഹോദരന്റെ ജീവിതത്തിന്റെ അഭിലാഷത്തെ പരിഗണിക്കുന്ന ഇസ്ലാമിക സമൂഹം കഅബ കീഴടങ്ങി. അല്ലെങ്കിൽ കഅബയുടെ പരിചരണവും പരിപാലനവും തങ്ങളുടെ കൈപ്പിടിയിലെത്തി. അറേബ്യൻ ഉപദ്വീപ് മുഴുവനും കയ്യിലായ പോലെ മക്കം ഫതഹിന്റെ ആ വലിയ സന്തോഷം. ആ സമയത്ത് ഒരു അഹങ്കാരമല്ല, ഒരു സൗഹാർദ്ദ മനസ്സ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കാരണവരായ സഹാബി സയ്യിദാണ്, നബി കുടുംബമാണ്. അലി റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനോട് പറയാണ്, കുടുംബത്തിലെ കാരണവർ, കഅബ പൂട്ടിയിട്ട് താക്കോല് ഉസ്മാൻ ഇബ്നു അബീ തൽഹയെ തന്നെ ഏൽപ്പിക്കണം. അയാൾ മുസ്ലിമല്ല.
അയാളെ പിണക്കല്ലേ കൊടുക്കാം. നബി തങ്ങൾ നിസ്കരിച്ചല്ലോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കയറിയിരിക്കാം, മുന്നോട്ട് കയറിയിരിക്കാം. അങ്ങനെ താക്കോല് തിരിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചു. ആ സമയത്തുണ്ടല്ലോ നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. സൂറത്തുൻ നിസാഇന്റെ 58-ാമത്തെ ആയത്ത് അവതരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഉത്തരവാദിത്വത്തോടുകൂടെ കഅബയുടെ പരിചാരകനായി ജീവിച്ചു പോന്ന ഉസ്മാൻ അബീ തൽഹ എന്ന മനുഷ്യനിലേക്ക് അയാളുടെ ഉത്തരവാദിത്വത്തെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം മുസ്ലിമീങ്ങളെ. ഈ വചനം അവതരിക്കുന്നത് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. ഫഅമറ അലി റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി തങ്ങൾ കൽപ്പിച്ചു അൻ യറുദ്ദഹു ഇലാ ഉസ്മാൻ വയഅ്തദിറ ഇലൈഹി. താക്കോല് തിരിച്ചേൽപ്പിച്ചിട്ട് തന്റെ മുഖഭാവത്തിൽ തീജ്വാലകൾ പാറിപ്പറക്കുന്ന കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടൊരു ഭീഷണിയുടെ ഒരു സ്വരം അയാളോട് നീ ശബ്ദിച്ചിട്ടുണ്ട് എങ്കിൽ ആ നിശബ്ദ നിർഭരമായ മുഖത്തിന്റെ വാചാലതയിൽ അയാൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അലിയെ ഉസ്മാൻ ഇബ്നു അബീ തൽഹ എന്ന മനുഷ്യനോട് നീ മാപ്പ് പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ടോ അയാൾ തന്നെ കഅബ പരിപാലിക്കട്ടെ. അയാൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ നിർവഹിച്ചു പോന്ന ഈ കാര്യത്തിൽ അല്ലാഹുവിന്റെ അംഗീകാരം, മുസ്ലിമല്ലാത്ത അയാൾ ചെയ്തു പോന്ന നന്മയിൽ അയാളുടെ ഉത്തരവാദിത്വ ബോധത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത അംഗീകാരം. അയാൾ മുസ്ലിമല്ല, അയാൾ കാവൽ നിൽക്കുന്നത് പരിശുദ്ധ കഅബയ്ക്കാണ്. ചിന്തിച്ചു നോക്കണം. അലി റളിയല്ലാഹു അൻഹു വിധേയത്വ ഭാവത്തോടുകൂടെ ആ സഹോദരന്റെ മുന്നിലേക്ക് അനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചെല്ലുകയാ. കുറച്ചു മുന്നേ പുലിക്കുട്ടിയെ പോലെ ഗർജിച്ചിരുന്ന അലിയുണ്ടല്ലോ, ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചെല്ലുന്നത് കണ്ട ഉസ്മാൻ ഇബ്നു അബീ തൽഹ വിളിച്ചു പറഞ്ഞു. വിശ്വസ്തയോടുകൂടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തിന് ഇത്ര കണ്ട് പരിഗണന നൽകിയ ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ അംഗമാവാൻ ഞാനും തയ്യാറാണ് അലിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അയാൾ കലിമ ചൊല്ലി മുസ്ലിമായി. ആര്? ഉസ്മാൻ ഇബ്നു അബീ തൽഹ. പലവട്ടം സഹാബത്ത് ചോദിച്ചു, ആ താക്കോല് ഒന്ന് തരുമോ? ഞാൻ തരില്ല. മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരാളും എന്നെ നിർബന്ധിക്കാതെ എന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ തന്നെ കഅബയുടെ താക്കോല് ഞാൻ കൊടുക്കുമായിരുന്നു. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ബോധ്യമില്ല എന്ന് പറഞ്ഞ ഉസ്മാനാണ് ഇപ്പോൾ കലിമ ചൊല്ലിയത്. ഉത്തരവാദിത്വ ബോധം ആരിൽ ഉണ്ടായാലും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നാണല്ലോ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം, വഹയിന്റെ നിർദ്ദേശപ്രകാരം താക്കോല് ഇനി സൂക്ഷിക്കേണ്ടതും കഅബ പരിപാലിക്കേണ്ടതും ആ പഴയ പരിചാരകൻ തന്നെ ഉസ്മാൻ ഇബ്നു അബീ തൽഹ എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾ കഅബ പരിപാലിക്കുക മാത്രമല്ല, പിന്നെയും ജിബ്രീൽ ഇറങ്ങി വന്നു. രണ്ടാം വട്ടം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അഖ്ബറ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന സദാലത ഫീ ഔലാദി ഉസ്മാൻ അബദാ. നബിയേ, ഖിയാമത്ത് നാൾ വരെ ഉസ്മാൻ ഇബ്നു അബീ തൽഹയുടെ പരമ്പരയിലാവട്ടെ കഅബയുടെ പരിചരണമെന്ന സയ്യിദുനാ ജിബ്രീൽ. ഇപ്പോഴും ആ കുടുംബമാണ് കഅബയുടെ ഖാദിമീങ്ങൾ.
ഇമാം റാസിയൊക്കെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദിത്ത ബോധം എന്നത് ഇസ്ലാം വലിയ വില കൊടുക്കുന്നു, മൂല്യം കൊടുക്കുന്നു. അങ്ങനെയാണ് ചതിക്ക് പകരം ചതിയല്ലെന്ന് പഠിപ്പിക്കുകയാ പുണ്യനബി. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. ചതിക്ക് പകരം ചതിയല്ല. എങ്ങനെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഏത് പ്രഖ്യാപനം? നിന്നെ ഇങ്ങോട്ട് ചതിച്ചവനെ നീ തിരിച്ച് ചതിച്ചുകൊണ്ട് പകരം വീട്ടരുതെന്ന് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ അന്വർത്ഥമാക്കി മുഹമ്മദ് നബി. ഹദീസ് കണ്ട ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ ഹുമൈദിൻ അൻ റജുലൻ മിൻ അഹ്ലി മക്ക യുഖാലു ലഹു യൂസുഫ്. യൂസുഫ് എന്നു പേരുള്ള മക്കക്കാരനായ ഒരു മനുഷ്യൻ. കാല, അയാൾ പറയുന്നു, നല്ലൊരു മനുഷ്യനാണ് അയാൾ. അയാളുടെ പേര് യൂസുഫ് എന്നാണ്. അയാൾ പറയാ, ഞാൻ ഖുറൈശികളിൽപ്പെട്ട മറ്റൊരു നല്ല മനുഷ്യനുമായി ഒത്തുചേർന്നുകൊണ്ട് ഒരിക്കൽ ഒരു തീരുമാനമെടുത്തു. എന്റെ സഹോദരനോടൊപ്പം എന്റെ ഒരു നല്ല കൂട്ടുകാരൻ ഖുറൈശികളിലുണ്ട്. ആ സഹോദരനെ വിളിച്ച് ഞങ്ങൾ രണ്ടാളും ഒത്തുചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്ത് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് സംഖ്യ ഞങ്ങളുടെ സ്വന്തം പേരിൽ നിന്നും ഞങ്ങൾ നിക്ഷേപിച്ചു. ഏകദേശം 2000 ദിർഹം അധികം വരുന്ന ഒരു സംഖ്യ, 1000 ദിർഹം എന്റെ സഹോദരൻ എന്നെ ഏൽപ്പിച്ചു. അയാൾ ഒരു യാത്രക്കാരനായിരുന്നു. അയാൾ പോയി. അയാൾ കച്ചവടക്കാരനാണ്. പോയി മക്കയിലും പരിസരത്തുമുള്ള യതീമുകളെ പരിപാലിക്കണം, അവരെ പരിരക്ഷിക്കണം. അതിനു വേണ്ടിയാ ഞങ്ങൾ ഒത്തുകൂടിയത്. ഫണ്ട് 2000-ലധികം ദിർഹമുണ്ട്. അതിൽ 1000 അദ്ദേഹം തന്നതാണ്, ബാക്കി എന്റേതാണ്. അങ്ങനെ അനുബന്ധമായി കിട്ടിയതായ മറ്റ് സാമ്പത്തികവുമൊക്കെ യതീമിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കെ വ്യാജനായ ഒരു മനുഷ്യൻ എന്നെ സമീപിച്ചു. ഞാനത് ഏറ്റെടുത്തിരിക്കാൻ എന്റെ സഹോദരൻ പോയിരിക്കാൻ. എന്റെ സഹോദരൻ കച്ചവടത്തിന് പോയിരിക്കുന്നു. ഉത്തരവാദിത്തം എന്റെ തലയിലാണ്. വ്യാജനായ ഒരു മനുഷ്യൻ വന്നു. അയാൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട് 1000 ദിർഹം എന്നിൽ നിന്നും അയാൾ കൊണ്ടുപോയി. എന്നെ അയാൾ വഞ്ചിച്ചു. ഉത്തരവാദിത്തത്തോടുകൂടെ തന്റെ കച്ചവടക്കാരനായ സഹോദരന്റെ 1000 കൂടി ഇതിൽ വാങ്ങിച്ചേർത്തിരിക്കല്ലേ. നഷ്ടപ്പെട്ടത് അത് മൊത്തവും ആ പണമാണെന്ന് ഇയാൾ സ്വയം അങ്ങ് വിശ്വസിക്കാൻ തയ്യാറാവുകയും അതിന്റെയും കൂടി ഉത്തരവാദിത്തം സ്വന്തം ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യാം. വഞ്ചിതനായതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ആ സമ്പത്ത്, അതിന്റെ ഉത്തരവാദിത്വവും കൂടി സാമ്പത്തികമായി കഴിയുന്ന നിലക്ക് അദ്ദേഹം ഏറ്റെടുക്കാണ്. എന്ത് ചെയ്തു? താബിഈങ്ങളിൽ പ്രമുഖനായ ഖുറൈശി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ 1000 ദിർഹം എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു വ്യാജൻ വന്നുകൊണ്ട് എന്നോട് കള്ളത്തരം പറഞ്ഞു കൊണ്ടുപോയി. എന്റെ സഹോദരൻ എന്നെ 1000 ഏൽപ്പിച്ചതാണ്. ഇതിലൊരു തീരുമാനം പറയണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖുറൈശി തങ്ങൾ പറഞ്ഞു, സഹോദരാ, നഷ്ടപ്പെട്ട 1000 ദിർഹം പൂർണ്ണമായും നിന്റെ സഹോദരൻ്റെത് തന്നെയാണ്. അയാൾ തന്ന ഷെയറാണ്. അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വത്തിലെ വീഴ്ചയായി നീ പരിഗണിക്കണം. ഞാൻ എന്റെ പിതാവ് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ പിതാവ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹാബിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, യഖൂലു അദ്ദിൽ അമാനത ഇലാ മൻ തമനക. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടെ നിന്നെ ഏൽപ്പിച്ച സമ്പത്തിന് നീ തന്നെ ഉത്തരവാദിത്തം പറയണം. അത് നീ പൂർത്തീകരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ തഖുൽ മൻ ഖാനക. നിന്നെ വഞ്ചിച്ചുകൊണ്ട് 1000 ദിർഹം കൊണ്ടുപോയവനോട് ഒരിക്കലും നീ വഞ്ചനയിൽ പ്രതികാരമരുതേ. നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് നമ്മുടെ അധ്യാപനം. ഇങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം വഞ്ചനയോട് ഒരിക്കലും വഞ്ചന കൊണ്ട് പകരം വീട്ടലില്ല. ഉത്തരവാദിത്ത പൂർത്തീകരണത്തിൽ ഒരിക്കലും ആലസ്യം കാണിക്കലില്ല, അലസതയില്ല. അതിൽ പൂർണ്ണ മനസ്സോടുകൂടെ നാം തയ്യാറാവണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين.
വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ യദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതു കഅന്നഹു വലിയ്യുൻ ഹമീം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് ഒരിക്കലും തിന്മയെ തിന്മ കൊണ്ടല്ല നമ്മൾ നേരിടേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ. ചുരുക്കത്തിൽ ഉത്തരവാദിത്വം ബോധമില്ലാത്ത ഒരു പുതിയ ജനറേഷനാണ് നമ്മളിൽ ഉള്ളത്. ഏത് മക്കളാ ഇന്നൊരു 5 ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാം? നിങ്ങൾ വളർത്തുന്ന ഏതെങ്കിലും പിള്ളേർ പോവില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഒരു കുട്ടിക്ക്? എന്ത് കാര്യത്തിനാണ് നമ്മുടെ മക്കളെ ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കുക? ഒരു കാര്യത്തിനും ഏൽപ്പിക്കാൻ കൊള്ളാത്ത വിധത്തിലായിരിക്കുന്നു. എല്ലാ മക്കളും അല്ല ഈ പറയുന്നത്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാം. പിതാവിന്റെ കടബാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുകയും അതനുസരിച്ചുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്ന ഒരു മോൻ നമുക്കുണ്ടോ? എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഇഷ്ടപ്പെടുന്ന ജീവിതം ഇതാണ്, ആ രീതിക്കാണ് ഞാൻ ജീവിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും പറ്റില്ല, ഇന്നതേ പറ്റൂ, എന്റെ ജീവിതത്തിന്റെ രീതികൾ എങ്ങനെയാവണം എന്ന് ചിന്തിക്കുന്ന ഒരു മോള് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാ ഉത്തരവാദിത്വ ബോധം. ലോകാവസാനത്തിന്റെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു. ലോകാവസാനത്തിന്റെ അതിപ്രധാനപ്പെട്ട അടയാളം ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു തലമുറ വരലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ അവിടെയായി ഇപ്പോൾ നിൽക്കുന്നത്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു തലമുറ ലോകത്ത് വന്നോ, എന്നാൽ ലോകം അവസാനിക്കാൻ അതിന്റെ കാലം സമീപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്ക സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ യുഹദ്ദിസുൽ ഖൗമ ഫീ മജ്ലിസിഹി ഹദീസാ. സ്വഹാബി വൃന്ദത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് പെട്ടെന്നതാ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു. അഅറാബി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്വഭാവക്കാരന്, വലിയ വിവരമൊന്നുമില്ല, ഒരു നാടൻ, തനി നാടൻ സ്വഹാബിയാണ്. അവരുടെ ചില രീതികൾ അങ്ങനെയാണ്. വരുന്ന വഴിയിലെ സദസ്സിനെ മാനിക്കാതെ അയാള് ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, നബിയേ എന്നാ ഖിയാമത്ത് നാള്? അഅറാബിയുടെ കഥ എവിടെ വായിച്ചാലും ഏതെങ്കിലും ഒരു അഅറാബി ചോദിക്കും എന്നാ ഖിയാമത്ത് നാളെന്ന്. അവർക്ക് ഖിയാമത്ത് നാളിൽ കുറഞ്ഞ കച്ചവടമില്ല, ചോദിക്കാൻ അതാ അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. വേറൊന്നുമില്ല, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചോദിക്ക എന്നുള്ളത് ഒരു സദസ്സ് മാനിച്ചുകൊണ്ടുള്ള ആ ഒരു രീതിയുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ഇടയിൽ എണീറ്റ് നിന്നിട്ട് ചോദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിച്ചറിയാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇതിന് ശേഷമുണ്ടല്ലോ. അങ്ങനെ ഇടയിൽ അങ്ങനെ എണീറ്റ് ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ ചോദ്യോത്തരത്തിന്റെ വേദിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പ്രവാചകൻ തുടർന്നു. ആ സഹാബിക്ക് മറുപടി കൊടുത്തില്ല. അപ്പോൾ സദസ്സിന്റെ പിന്നിൽ നിന്നും ചില സഹാബത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങി. ആ സഹാബി ചോദിച്ചത്, അഅറാബി ചോദിച്ചത് നബി കേട്ടിട്ടുണ്ട്, പക്ഷേ നബി തങ്ങൾക്കത് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് മറുപടി പറയാത്തത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചില സഹാബത്ത് പരസ്പരം പിറുപിറുത്തു. ബല്ലം യസ്മ, അല്ലല്ല നബി തങ്ങൾ അത് കേട്ടിട്ടില്ല. ഹത്താ ഇദാ ഖളാ ഹദീഫ, എത്രത്തോളം ആ സദസ്സിലെ പ്രവാചകൻ പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. ആ സദസ്സിൽ പ്രവാചകൻ സഹാബത്തിന് കൊടുക്കേണ്ട സന്ദേശം മുഴുവനും കൈമാറി കഴിഞ്ഞു. സദസ്സ് പിരിയുന്നതിന് തൊട്ട് മുന്നേ ഖാല, ഹബീബ് ചോദിച്ചു, ഐനസ്സായിലു അനിസ്സാ, ഖിയാമത്ത് നാളൻ എന്നാണെന്ന് ചോദിച്ച ആ ചോദ്യകർത്താവ് ഈ സദസ്സിലുണ്ടോ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഖിയാമത്ത് നാൾ എന്നാണെന്ന് ചോദിച്ച ആ സ്വഹാബി കൂട്ടത്തിലുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോൾ ആ സ്വഹാബി എഴുന്നേറ്റു, കൈ പൊക്കി, ഹാ. ആ പ്രതികരണം തന്നെ നോക്കണേ, ഹാ, തംബീഹിന്റെ ഹാ, അതായത് അറിയണേ, അന്നദായ റസൂലല്ലാഹ്, ദേ ഞാൻ ഇതാണ് നബിയേ, ഞാനിതാ ഇവിടെയുണ്ട് നബിയേ. ഖാല, എന്നാണ് ലോകാവസാനമെന്ന് ചോദിച്ച സഹാബിയോട് അല്ലാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന മറുപടി ചിന്തിച്ചോ? എന്നാണ് ലോകാവസാനമെന്നറിയുമോ? ഇദാ ളുയ്യഅത്തിൽ അമാന, ഉത്തരവാദിത്ത ബോധം പുതിയ തലമുറയിൽ ഇല്ലേ? എന്നാൽ ചിന്തിച്ചോ, മറുപടി അത് തന്നെയാണ്. ജനങ്ങളിൽ ഉത്തരവാദിത്ത ബോധം, സമയനിഷ്ഠ, അതുപോലെ തന്നെ കടം വാങ്ങിയാൽ തിരിച്ചേൽപ്പിക്കേണ്ടതായ അവധി മറക്ക, അവധിയെ മാറ്റി മാറ്റി പറയുന്ന സ്വഭാവം, ഇങ്ങനെ വരുന്ന ഒരു സംവിധാനം, ഒരു സമ്പ്രദായം ജനങ്ങളുടെ സ്വഭാവത്തിൽ കാണപ്പെടുന്നുവോ? ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഖിയാമത്ത് നാളെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാണ്. അപ്പൊ ഈ സഹാബി പിന്നെയും ചോദിക്കുകയാണ്, കൈഫ ഔഖാല മാ ഇളഅതുഹാ യാ റസൂലല്ലാഹ്, അമാനത്ത് നഷ്ടപ്പെടുത്ത, ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുത്ത എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ നബിയെ മനസ്സിലാകുന്നില്ല? എന്തേ ആ നാട്ടിൻ പുറത്തുകാരനായ സഹാബിക്ക് അങ്ങനെ ഒരു സംശയം? അവരുടെ കാലഘട്ടത്തിൽ, അവരുടെ അനുഭവത്തിൽ, അവരുടെ ജീവിത പരിസരത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാത്തവർ ആരും തന്നെയില്ല. അതുകൊണ്ട് അതറിയാനുള്ള ആകാംക്ഷയിൽ പുന്നാര നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ഉത്തരവാദിത്ത ബോധമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ സംഭവിക്ക? അവിടുന്ന് പറഞ്ഞു, ഇദാ തവസ്സദൽ അംറ ഗൈറു അഹ്ലിഹി, ഒരു കാര്യം നിർവഹിക്കാൻ പ്രാപ്തനല്ലാത്ത, യോഗ്യനല്ലാത്ത ആള് അതിനു വേണ്ടി മുന്നിൽ വന്നാൽ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ചയുണ്ട്. അപ്പോഴാണ് ഖിയാമത്ത് നാളെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിന്റെ കൂടെ ഞാൻ മറ്റൊരു ഹദീസ് ചേർത്ത് പറയട്ടെ. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. സുദീർഘമായ ഒരു ഹദീസിൽ ലോകാവസാനത്തിന്റെ അടയാളം പറഞ്ഞോടത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അധികാരം ഏറ്റെടുക്കുന്നത് കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സുമായി നടക്കുന്ന ചില വലിയ മനുഷ്യന്മാരുണ്ട്. വിനോദങ്ങളിലും കളികളിലുമായി ഒരു കുട്ടിത്വത്തിന്റെ പ്രായവും മനസ്സും അതിൽ അടിമയായി പോകുന്ന വിധത്തിലേക്ക് വിനോദ ഉപകരണങ്ങളിൽ മനസ്സ് അടിയറവെച്ച വലിയ മനുഷ്യന്മാർ അധികാരം ഏറ്റെടുക്കുന്ന കാലം ഹദീസ് എവിടെയുണ്ട്? മുസ്തദറക്കിൽ, ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലുണ്ട്. കുട്ടിത്വത്തിന്റെ മനസ്സുള്ളവന് അധികാരം കിട്ടുന്ന കാലമാണ് ലോകാവസാനത്തിന്റെ അടയാളമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇല്ലേ കുട്ടിത്വത്തിന്റെ മനസ്സ്? എന്റെ വീട്ടിൽ ചെന്നാൽ എന്റെ മോളുടെ കളിപ്പാട്ടമാണ് എന്റെ മൊബൈൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് സത്യമാണ്? കുട്ടിത്വത്തിന്റെ മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളും അതിന്റെ അകത്ത് ഓൺലൈൻ ഗെയിം കളിക്കുന്ന എത്ര വയസ്സന്മാരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പ്രായമുള്ള ആളുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെ? കോഴിയുടെ പുറകെ പൂച്ച ഓടിയത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അത് ഉസ്താദിനെയും കാണിക്കുന്നു, കണ്ടോ ഉസ്താദേ? അതാണ് കാലം. ഇത് എവിടെ നിൽക്കുന്ന ഈ പ്രായം? ശരിക്കും അറുതലുൽ ഉൾമറ എന്നുള്ളത് ഇതൊക്കെയാ ആ വിഷയത്തിൽ. അതും തന്നെ എല്ലാവരും ഉദാഹരണമാണ് മൊബൈല്. പല നിലക്കുള്ള ആവശ്യങ്ങൾ. ബെർമുഡ ഇട്ടുകൊണ്ട് നടക്കണ കാക്കാരുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടിത്വല്ലേ ഇത്? ബെർമുഡ ഇട്ടുകൊണ്ട് ഔറത്ത് മറയ്ക്കാതെ ഒരു നാണം കെട്ട സ്വഭാവം. നാണമില്ല. പണ്ടൊക്കെ തുണി ഉലിഞ്ഞു പോയ ഒരു നാണമുണ്ട്, ഇന്നത് ഉലിഞ്ഞിട്ട് എടുക്ക. എന്തേ? ഫ്രീക്കം പുപ്പ. എന്താ ഇതിന് പറയാ? ഈ ഒരു കാലം വന്നാൽ ലോകാവസാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഹദീസ് ഇമാം ഹാക്കിം മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു. എന്റെ സഹോദരന്മാരെ ചിന്തിക്കുക. മീഡിയകൾ ഒരുപാട് കടന്നു കയറിയ നമ്മുടെ ജീവിതങ്ങളിൽ
ഈ അവസ്ഥകളിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും എത്തുമ്പോൾ ലോകാവസാനത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മൾ തന്നെയാണ്. ഉത്തരവാദിത്വ ബോധമില്ലാത്തവൻ ഞാൻ തുടങ്ങിയടത്തേക്ക് മടങ്ങി വരുന്നു. ബാല്യത്തിൽ പിതാവ് മരിച്ചപ്പോൾ 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി. 5 പെങ്ങന്മാരുടെ ജീവിതം മുന്നിലെ എന്റെ 5 സഹോദരിമാരുടെ ജീവിതം എന്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായപ്പോൾ ഒട്ടിയ വയറിലേക്ക് മുറുക്കി കൊടുത്തിട്ട് എന്റെ ഉദരത്തിന്റെ വിശപ്പിന്റെ വേദന കടിച്ചമർത്തിയിട്ട് ഞാൻ അവരുടെ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചു. ഞാൻ 5 പെങ്ങന്മാരെ വിവാഹം കഴിച്ചു പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ ആ ഇന്നലകളുടെ പക്വതയും ആ ഇന്നലകളുടെ ഉത്തരവാദിത്വ ബോധവും ഇന്ന് ഏത് മക്കൾക്ക് കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലം നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ ദീനിലെ ഏറ്റവും പ്രഫുല്ലമായ ഏറ്റവും നല്ല ദീനീ ചൈതന്യം ഉത്തരവാദിത്വ ബോധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതൊരു കച്ചവടക്കാരനാണോ അവനിൽ ഉണ്ടാവണം. തന്റെ കസ്റ്റമറോട് ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അതൊരു മഹല്ല് കമ്മിറ്റിക്കാരനാണോ തന്നിലുണ്ടാവണം. അതൊരു മഹല്ലിന്റെ ഖതീബാണോ തന്നിലുണ്ടാവണം. അത് ഏത് മേഖലയിലുള്ളവനാണെങ്കിലും അല്ലാഹുവിന്റെ ദീൻ ഓരോ മനുഷ്യന്റെ നിഖില മേഖലകളിലേക്കും കടന്നു വന്നുകൊണ്ട് ജീവിതത്തെ അത്ര കണ്ട് പ്രാപ്തമാക്കുമ്പോൾ ഓരോ മനുഷ്യന്റെ ഏത് മേഖലകളിലും അവന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നല്ലേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അലാ കുല്ലുക്കും സഹീഹുൽ ബുഖാരി 5 വട്ടായി ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടാത്ത ഒരു കിതാബ് പോലുമില്ല. അലാ കുല്ലുക്കും, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്വ ബോധമേൽപ്പിക്കപ്പെട്ടവനാ. തന്റെ ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ താൻ വിസ്തരിക്കപ്പെടുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തായി പറഞ്ഞത് അത്രയും പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് അവസാനിപ്പിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവൻ തന്റെ മുന്നിലുള്ളതായ അണികളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുന്നവനാണ്. തന്റെ കുടുംബനാഥൻ തന്റെ കുടുംബക്കാരുടെ കാര്യത്തിൽ റബ്ബിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുന്നവനാണ്. പിന്നെ കുടുംബത്തിലെ സഹോദരിമാര്, ഭാര്യമാര്, സ്ത്രീകള്, കുടുംബക്കാരെ കുറിച്ചും ഭർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ചും ഭർത്താവിന്റെ മക്കളെ കുറിച്ചും ഭർത്താവിന്റെ സമ്പത്തിനെ കുറിച്ചും റബ്ബിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുന്നവളാണ്. കൂലിപ്പണിക്ക് വരുന്നവൻ തന്റെ മുതലാളിയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ വിസ്തരിക്കപ്പെടുന്നതാണ്. നമ്മുടെ വീട്ടിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളുണ്ടോ? തൊഴിലുറപ്പ് അവസാനം തൊഴിലിരിപ്പായി, ഇപ്പൊ തൊഴിലുറക്കായി. കാരണം വൈകുന്നേരം ആകുമ്പോൾ 160 കിട്ടും. പടച്ചോന്റെ മുന്നിൽ അതിന് സമാധാനം പറയണം, അതിനുള്ള പണി എടുത്തിട്ടില്ലെങ്കിൽ. 160 ഇപ്പൊ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, എനിക്കറിയില്ല സംഖ്യ എത്രയാന്ന്. അതൊക്കെ പടച്ചോന്റെ മുന്നിൽ സമാധാനം പറയേണ്ട കാര്യമാണ്. അതിനെ പറ്റില്ലെങ്കിൽ പോണ്ട. അർഹതയില്ലാത്തത് വാങ്ങിക്കഴിക്കാം, അർഹതയില്ലാത്ത മുതൽ വാങ്ങിക്കഴിക്കാം. അങ്ങനത്തെ ഒരവസ്ഥയല്ലേ. ദുനിയാവിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും നിനക്ക് പ്രശ്നമല്ല. ദുനിയാവിൽ എന്ത് നഷ്ടം വന്നാലും നിനക്ക് പ്രശ്നമാക്കേണ്ടതില്ല. 4 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഈ ദുനിയാവിൽ എന്ത് നഷ്ടം വന്നാലും ആ നഷ്ടം ഒരു നഷ്ടമല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത്. ഹദീസ് ഇമാം മുഹമ്മദ് മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. 4 കാര്യം നിന്റെ ജീവിതത്തിൽ ശീലമാണ് എങ്കിൽ ആ 4 കാര്യത്തിന്റെ അനുഷ്ഠാന പദങ്ങളിൽ നിനക്ക് വരുന്ന ദുനിയാവിന്റെ നഷ്ടം നഷ്ടമേ അല്ല. ഒന്നാമത്തേത് ഹിഫ്ളുൽ അമാന,
നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണത്തിൽ നിനക്ക് വരുന്നതായ ദുന്യവിയായ നഷ്ടം അത് നഷ്ടമല്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം വസിദുഖു ഹദീസ്, നീ സംസാരിച്ചപ്പോൾ സത്യം പറയേണ്ടി വന്നതിന്റെ പേരിൽ ദുനിയവിയായ നഷ്ടങ്ങൾ പലതും സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് വഹുസ്നു ഖലീഖത്തിൻ, നിന്റെ പെരുമാറ്റത്തിൽ നിന്റെ മുന്നിൽ വന്ന പ്രതിയോഗിയോട് വൈരിയാവാതെ വൈരാഗ്യം തീർക്കാതെ മാന്യമായ നിന്റെ സൽസ്വഭാവത്തിന്റെ പ്രതികരണവും പ്രതിവചനവും അതിന്റെ പേരിൽ വരുന്ന നഷ്ടം നിനക്ക് നഷ്ടമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ കാര്യമുണ്ടല്ലോ വഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് കൂടുതൽ ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ഹലാലായ ഭക്ഷണം തിന്നാൻ വേണ്ടിയാണോ, എന്നാൽ അത് ദുനിയാവിന്റെ നഷ്ടമായി നീ കണക്കാക്കല്ലേ നബിയുനാ റസൂലുള്ളാഹി. എല്ലാ കാര്യത്തിലും നമുക്ക് ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഹദീസ് അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നതും ഒരേ പ്രയോഗം കൊണ്ട് വകുല്ലുക്കും റാഇൻ അലാ ഫകുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി നബിയുനാ റസൂലുള്ളാഹി. ബുഖാരി മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ റിവായത്തിന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി വ്യാഖ്യാനിക്കുന്നത് കാണാം. റാഇ 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 എന്ന ഒരു പദമാണ് ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്തവൻ എന്ന അല്ലാഹുവിന്റെ ഹബീബ് അവതരിപ്പിച്ചത് ആ വാക്കുകൊണ്ടാണ്. മേൽനോട്ടക്കാരൻ, മേഞ്ഞു നടക്കുന്നവൻ, ആട്ടിടയൻ എന്നൊക്കെ അർത്ഥമുള്ള റാഇ എന്ന പദമുണ്ടല്ലോ. ഖാലൽ ഉലമാഉ അർ-റാഇ ഹുവൽ ഹാഫിദുൽ മുഅ്തമിനുൽ മുൽതസിമു സ്വലാഹ മാ ഖാമ അലൈഹി. ഇമാം നവവി രേഖപ്പെടുത്തുന്നു ശറഹ് മുസ്ലിമിൽ, താൻ ഏറ്റെടുത്ത കാര്യത്തിന്റെ മസ്ലഹത്തിൽ തന്നെ അത് നിലനിർത്താനും സത്യസന്ധത പുലർത്താനും കഴിയുന്നവനാ റാഇ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരന്മാരെ ചിന്തിച്ചോ, നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന ഈ പുത്തൻ തലമുറയുടെ ഈ അതിപ്രസരത്തിൽ നഷ്ടപ്പെടുന്ന ഉത്തരവാദിത്വ ബോധം എന്നുള്ളത് നമ്മുടെ മക്കൾ അത് പഠിപ്പിക്കണം. നമ്മൾ അതിലേക്ക് അവരെ പ്രാപ്തരാക്കണം. അവരതിനു വേണ്ടി നമ്മൾ നിശ്ചിതമായി നിരീക്ഷിക്കണം, നിരൂപിക്കണം, ചോദ്യം ചെയ്യണം. അതിന്റെ പേരിൽ സ്നേഹം കൊടുക്കണം. ഉത്തരവാദിത്വം നമ്മുടെ മക്കളിൽ ഉണ്ടായി വരാൻ അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം. അതിലേക്ക് വേണ്ടിയുള്ള ഒരു ഉണർവായി നമ്മുടെ ജീവിതത്തെ സജ്ജീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണമെന്ന സന്ദേശമാണ് സഹോദരന്മാരെ ഈ കണ്ട ഹദീസുകളും ആയത്തുകളും നമ്മുടെ മുന്നിൽ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ പറയുകയാ, ആദ്യമായി നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്ന കാര്യമുണ്ടല്ലോ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആദ്യം നഷ്ടപ്പെടുന്ന ദീനി ചൈതന്യമുണ്ടല്ലോ, അത് നോമ്പ് പിടിക്കാതിരിക്കലല്ല, ഹജ്ജ് ചെയ്യാതിരിക്കലല്ല, ദീനിയായ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആദ്യം യാത്ര പറയുന്ന നല്ല കാര്യം ഏതാണെന്നറിയുമോ? നിസ്കാരം ഉപേക്ഷിക്കലല്ല. പിന്നെയോ ഹബീബ് തന്നെ പറയട്ടെ, ഇമാം ത്വബറാനി മുഅ്ജമുൽ കബീറുൽ ഹദീസ് പറയുന്നുണ്ട്, അൻ ശദ്ദാദ് ഇബ്നു മുഅഖൽ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അവ്വല മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ-അമാന. നിങ്ങളുടെ ദീനീ ബോധത്തിൽ, നിങ്ങളുടെ മതബോധത്തിൽ നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ അലസത കാണിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വ ബോധം നമ്മുടെ ദീനാണ്. അത് നിർവഹിക്കൽ കൂലിയുള്ള കാര്യമാണ്. 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടവൻ 8 മണിക്കൂറിന്റെ ജോലിയിൽ അവന്റെ ഉത്തരവാദിത്വത്തിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ വിസ്തരിക്കപ്പെടുന്നവനാണ്. അല്ലെങ്കിൽ നേരത്തെ നിബന്ധന വെച്ചുകൊണ്ട് അതിനിറങ്ങണം. താൻ ഏറ്റെടുക്കുന്ന ദൗത്യം തന്നെ ആരേൽപ്പിക്കുന്നുവോ അവനോട് തന്റെ അസൗകര്യങ്ങൾ നേരത്തെ പറയണം. അങ്ങനെ ഒരു ധാരണയിൽ ഇറങ്ങണം. അങ്ങനെ ഒരു ധാരണയിൽ ഇറങ്ങിയാൽ അവിടെ താൻ ഏൽക്കുന്നത് ആ ഇസ്തിദ്റാഖ്, അതായത് ആ ഒഴിച്ചു നിർത്തിയ കാര്യങ്ങൾ, അതിനുശേഷമുള്ള കാര്യത്തിൽ മാത്രമേ തന്റെ ഉത്തരവാദിത്തമുള്ളൂ. ആ നിലക്കാണ് ആദ്യമായി എന്റെ സമുദായത്തിൽ നഷ്ടപ്പെടുന്ന ദീനീ ബോധത്തിന്റെ ആദ്യത്തെ കാര്യം, ദീനിയായ ചൈതന്യത്തിലെ ഒന്നാമത്തെ കാര്യം ആദ്യം നഷ്ടപ്പെടുന്നത് ഉത്തരവാദിത്വ ബോധമാണ്. എന്നാൽ എന്റെ സമുദായം അവസാനം വരെ കൈവിടാത്ത കാര്യം അസ്വലാ, നിസ്കാരമാ.
ഖിയാമത്ത് നാൾ അവിടെ സംഭവിച്ചു തുടങ്ങി. മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ വരെ എത്തി. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവൂല. അവസാന സമയം എൻ്റെ സമുദായത്തിൽ നിലനിൽക്കുന്ന ദീനിന്റെ കാര്യം നിസ്കാരമായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നലത്തേക്കാൾ ആ വിഷയത്തിൽ ഇന്ന് നമ്മൾ മുന്നിലാണ് എന്നതാണ് സത്യം. അങ്ങനെയാണ്. പുതിയ തലമുറയൊക്കെ നിസ്കരിക്കുന്നവരാ, അതിനെക്കുറിച്ച് ബോധമുള്ളവരാ. പക്ഷേ ആദ്യം ഒരു കാര്യം അവരിൽ നിന്ന് അങ്ങോട്ട് പോയി. അത് ദീനിന്റെ അതിപ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഉത്തരവാദിത്ത ബോധം. നിസ്കാരം പോലെ തന്നെ അത് പോയാൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കില്ല, അതിനെക്കുറിച്ച് നമുക്ക് വിഷമമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു മനുഷ്യൻ നിസ്കരിക്കും, ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത സമയം വരെ നിസ്കാരമുണ്ട്. വലയുസല്ലിയന്ന ഖൗമുൻ ലാ ഈമാന ലഹും. അങ്ങനത്തെ നിസ്കാരക്കാരനെ ആവട്ടെ, അമാനത്ത് നഷ്ടപ്പെട്ടവൻ, ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ട നിസ്കാരക്കാരന്റെ നിസ്കാരം വെറും നിസ്കാരമാ, അവനിൽ ഈമാനില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അബ്ദുൽ ഖാദിറെ, നീ ഒന്നിവിടെ നിൽക്കണേ, ഞാനിപ്പോൾ തന്നെ തിരിച്ചു വരാം. ഈ പരിസരത്തൊക്കെ നീ ഉണ്ടാവണേ. അതെ, ഞാനിവിടെ നിന്നുകൊള്ളാം. ഒരു കാൽമേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ബഹുജത്തുൽ അസ്റാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഒന്ന് അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു പോയിട്ട് അയാൾ വരാൻ വേണ്ടി കാത്തു നിന്നു. അയാൾ മറന്നും പോയി. 3 കൊല്ലം കഴിഞ്ഞ് അയാൾ വേറെ വഴിക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ നിൽക്കാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു. എന്താ ഒരു വിഷമം. അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ കാത്തു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ദീനീ ബോധത്തിൽ ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ ആരും പരിഗണിച്ചിട്ടില്ലാത്ത ഈ കാര്യമാണ്. കുടുംബത്തോടുണ്ട്, സമൂഹത്തോടുണ്ട്, സമുദായത്തോടുണ്ട്, മഹലിനോടുണ്ട്, സഹോദര സമുദായത്തോടുണ്ട്. എല്ലാവരും സ്വന്തം കാര്യത്തിൽ മാത്രം പരിമിതമായി. എവിടെ വരെ? തന്റെ കുടുംബത്തിന്റെ കാര്യത്തിലല്ല. ഏത് വാപ്പായും ഏത് ഉമ്മായും ഏത് മകനും ഏത് മകളും എല്ലാവർക്കും ഇഷ്ടം ഒറ്റയ്ക്കിരിക്കാനാണ്. ഒറ്റയ്ക്കിരുന്നാണ് മറ്റു കാര്യങ്ങളോട് പോയി. ഒറ്റയ്ക്കിരിക്കണം എന്നതിലേക്ക് ഒതുങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, പഴയ കാലത്തൊക്കെ അത്താഴകഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കൂടിയിരിക്കും, എന്നിട്ട് വർത്താനം പറയലൊക്കെയാ. ഇന്ന് കൂടിയിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്നതിൽ അവരെ സെപ്പറേറ്റ് വർത്താനം പറയാം, ആരോടാണെന്തോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു പോയി. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ ഹിർസമായ ചർച്ച നമുക്ക് അല്ലാഹു തആല പ്രയോജനമാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാനികമായ മുന്നേറ്റത്തിന് നിദാനമായ സർവ്വ പ്രവർത്തനങ്ങളും ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ ഞാൻ നിർത്തുന്നു.